ജീവിതം ഒരിക്കലും ശാന്തമല്ല. നമ്മളെല്ലാവരും തന്നെ അകത്തോ പുറത്തോ ഒരു കൊടുങ്കാറ്റിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാകും. സുവിശേഷത്തില് ഈശോ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും അവന്റെ ശിഷ്യന്മാരെ കൊടുങ്കാറ്റില് ഭയപ്പെട്ടു. ഈശോ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയപ്പോൾ അവൻ അവന്റെ ദൈവത്വം മാത്രമല്ല വെളിപ്പെടുത്തിയത്, അവരുടെ ഹൃദയങ്ങളിലെ ഭയത്തെ കൂടിയാണ് ശാന്തമാക്കിയത്. ഇന്ന് അതേ ദൈവിക കൃപ നമ്മിലും അവൻ ചൊരിഞ്ഞിരിക്കുന്നു. പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്ന ആളുകൾക്ക് മോട്ടിവേഷനും ഇൻസ്പിറേഷനും കുത്തിനിറച്ചു കൊടുക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. ഇന്ന് മറ്റുള്ളവരുടെ അകത്തും പുറത്തുമുള്ള കാറ്റിൽ അവരുടെ കൂടെ ആയിരുന്ന് അവയെ ശാന്തമാക്കി ദൈവത്തിന്റെ ജീവിക്കുന്ന സാന്നിധ്യങ്ങളാക്കി അവരുടെ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കണം. ക്രിസ്തു നമ്മെ വിളിക്കുന്നത് പരസ്പരം ഭാരങ്ങൾ വഹിക്കുന്ന, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറയുന്ന സമാധാനത്തിന്റെ ദൂതരാകാനാണ്. അങ്ങനെ ഈശോയെ പോലെ ധൈര്യത്തോടും ശക്തിയോടും കൂടെ പരസ്പരം ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ കൃപയുടെ സഹായത്തോടെ നേരിടുന്നവരാകാം.